പ്പെട്ടവരെ ഷേർലി ചേച്ചി നനഞ്ഞുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ചായ കൊടുക്കുമ്പം എന്തായാലും നനയല്ലോ. അപ്പം കെ മീഡിയയുടെ പേരിലുള്ള ഒരു കുട ഷേർലി ചേച്ചിക്ക് നമ്മൾ ഒരു കുട സപ്പോർട്ട് ചെയ്യുകയാണ്. ഈ കുട തലയൊക്കെ വെള്ളം വീഴത്തില്ല. എന്തായാലും പനി പിടിക്കാതിരിക്കാൻ ചേച്ചിക്ക് ഒരു കുട നമ്മളിപ്പം വെച്ചു കൊടുക്കാം. തലയിൽ എങ്ങനെയുണ്ട് ചേച്ചിക്ക് വെച്ചു കൊടുക്കാം. ഷേർലി ചേച്ചി ഇപ്പം ഷേർലി ചേച്ചി ഇച്ചിരി ഷേർലി ചേച്ചിക്ക് ഇപ്പോൾ ഒരു കുട വെച്ചിരിക്കുകയാണ്. മഴ നനയാതിരിക്കാൻ ചായ ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്തായാലും തല നനയല്ലോ. എല്ലാ ദിവസവും നിന്ന് ജോലി ഉണ്ടല്ലോ, ഈ മഴയും കാറ്റും ഒക്കെ ഉള്ളുന്നല്ല. അപ്പോൾ മഴ നനയാതിരിക്കാനും ഒരു ചായ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അത് ചായ വെള്ളം വിടാൻ ആൾക്കാർ കൊടുക്കുവാനും ഒക്കെ കഴിയട്ടെ. പൊതുരംഗത്തൊക്കെ നല്ല ശ്രദ്ധ നേടുന്ന ഒരു പാവം ചേച്ചിയാണ്. നമുക്ക് നാട്ടിലറിയാം. സപ്പോർട്ട് എന്ന് പറയുന്നത് നല്ലത് ചെയ്യുന്നവർക്ക്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ. ചേച്ചിക്ക് ഒരുപാട് പേർക്ക് ഈ കൈകൊണ്ട് ചായ കൊടുക്കാൻ കഴിയട്ടെ. ചേച്ചിയെ പോലെ ഒരുപാട് പേര് പോരാട്ടങ്ങൾ, അത് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടമായിരുന്നു. ജീവിക്കാൻ വേണ്ടി ഒരു പോരാട്ടം. അപ്പം 2 കവർ മാവ് മേടിച്ച് നാളത്തെ പ്രതീക്ഷയോടുകൂടിയാണ് 2 കവർ മാവ് ഈ ദോശ വിറ്റ് വേണം കുടുംബം കഴിയാൻ. വിധവയാണ്, നമുക്കൊന്ന് മനസ്സിലായി. 2 കുട്ടികളുടെ അമ്മയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചേച്ചി നനയാതിരിക്കട്ടെ. ഇനിയും 4 മണിക്ക് വരുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ വെള്ളക്കാരുടെ കച്ചവടം ചായ കിട്ടും. നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ രാവിലെ തുറക്കുന്നത്. വരുമ്പോൾ പട്ടിയുടെ ശല്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്നാലും അതിനെല്ലാം അതിജീവിച്ച് ഞാൻ വരാറുണ്ട്. വാശി ഒന്നും ചിന്തിക്കരുത്. എൻ്റെ ഈ കാണിക്കുന്ന സ്പീഡൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം എനിക്ക് നല്ലതുപോലെ അധ്വാനിച്ച് ജീവിക്കണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇതിനകത്ത് വേറെ ആരും ഒന്നും എനിക്ക് മേയറിനോടായാലും ആരോടായാലും എനിക്ക് ഒന്നും ഒരു വിരോധമില്ല, ആരോടും വിരോധമില്ല. അങ്ങനെ പറയുന്ന ഒരാളല്ല. പക്ഷെ അവർക്ക് എന്തോ ഫോൺ വന്നായിരിക്കും അവരിവിടെ എത്തിയിട്ടുള്ളത്. വന്നാണോ എന്തോ ആണോ സംഭവം. പക്ഷെ ഇതിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ആർക്കും വന്നിട്ടില്ല. ഇത് 6 മാസം ഇത് വെച്ചിട്ട് എൻ്റെ കട പൊളിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമം എത്ര വലുതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വേറൊരാളുടെ കട പൊളിപ്പിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. അതെ ഷേർലി, ഇങ്ങനെയാണ് നമ്മളോട് പറയുന്നത്. എൻ്റെ മറ്റൊരാളുടെ കട പൊളിക്കുന്നതും എൻ്റെ ഒരു കട പൊളിക്കുന്നതിനും സമമാണ്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാറില്ല. അപ്പോൾ ഒരു സുനാമി വന്നതുപോലെ എല്ലാം ഒരു പ്രളയം വന്നു പോയി എന്റെ കടയ്ക്ക്. പക്ഷെ ഞാൻ തളരത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ കുഞ്ഞു കടയുടെ താങ്ങില് കുഞ്ഞു കടയുടെ താങ്ങിലും ഈ കുഞ്ഞു കുടയുടെ തളരിലും ഞാൻ ഉയർന്നു വരുമെന്ന് എൻ്റെ ഒരു ആത്മവിശ്വാസം. നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് കാണണം. കെ മീഡിയയ്ക്ക് വേണ്ടി കൊല്ലത്തുനിന്നും ശില്പി രാജേന്ദ്ര പ്രസാദ്.